ആരടി അവൻ ആരാണെന്ന് നീ പറയണ്ട. അവനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചോളാം. മാറാനാ പറഞ്ഞത്? മാറാൻ പറഞ്ഞില്ല. ആണുങ്ങളില്ലാത്ത ഒറ്റക്കാരി താമസിപ്പിക്കുന്നത്, അതും പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനോട് ഇറക്കി വിട്ടോണം. ഇറക്കി വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ? ഞാൻ കാണിച്ചു തരാം. ആ താങ്കിനോട് ഇരുമിനോട് ചെന്ന് കാണിക്കേ. അവര് പറഞ്ഞിട്ടാ ഞാനോട് താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ മനുഷ്യത്തിനല്ല. ചെല്ലടാ ചെല്ല്, ചെന്ന് അവരെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചു തരാം. താൻ റാവുത്തരാജ് ഓണോ കൂടെ പട്ടണം അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് അവൻ കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അവോ നീയല്ലടാ അവനോട് കൊണ്ടുവന്നത്. പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ മൂന്നാള് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. നീ ഇത് ഇടപെടരുത്. ഇത് എന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം, ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി, കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. പല്ലുടത്തുമ്പോ നേതൃത്വത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നു. റാവുത്തേ, ഞാൻ റാവുത്തോടെ പറയാ, മര്യാദക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ഈ കോളനി വീഴും. ഓടാ, പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. ഓടാ, എല്ലാരും പോടാ. നോക്കിക്കാ പോകാൻ. ഓടാ. മര്യാദക്കല്ലെങ്കിൽ ഉണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവന് ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നതിന്റെ കാലിയാ വെട്ടിയെറിയും. സ്വാമി, സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ. നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. കേട്ട് ശൗമി. നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ച ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ,
സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി കോട്ടക്കൈ അങ്ങോട്ട് ഇരുന്നാട്ടെ ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ അല്ല അതെ ഞാനാ. ആ കെ ജോസഫ് എന്ന് കേട്ടിട്ടില്ലേ? കോട്ടക്കൈ. പിന്നെ ആ, ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഉവ്വ. കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. ആ. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കോട്ടക്കൈ. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരായിരുന്നു ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് നല്ല മനുഷ്യനാണ്. ആ പിന്നൊരു കാര്യമുണ്ട്. മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി ചങ്ങല ചങ്ങല, സ്വാമി ചങ്ങല, ദേ കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി. അത് ശരി. നീയൊക്കെ ഇവിടെ വീടാൻ വാടക താമസിക്കത്തിനൊക്കെ? അല്ല, അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി. അല്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞങ്ങള് മാറിക്കോളാം. ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ